ഇന്ന് രാവിലെ 6:30 കൂടിയാണ് പാർലമെന്റിലെ പുതിയ മന്ദിരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. 6:30 കൂടി തന്നെ അജ്ഞാതനായ ഒരാൾ പാർലമെന്റിലെ മതിൽ ചാടിക്കടന്ന് പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. സമീപത്തുള്ള മരത്തിലൂടെ പിടിച്ചു കയറുകയും പിന്നീട് മതിൽ ചാടിക്കടന്ന് പാർലമെന്റ് കവാടത്തെ പാർലമെന്റിലെ ഗരുഡ് ദ്വാർ എന്ന കവാടം വരെ ഈ അജ്ഞാതനായ യുവാവ് എത്തിയെന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പാർലമെന്റിലെ മതിലാണ്. ഏകദേശം 4 ആൾ പൊക്കത്തിലാണ് മതിൽ സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിലും സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു മേഖലയിലൂടെ ഈ യുവാവ് 6:30 മതിൽ ചാടിക്കടന്ന് പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിച്ചത്? കാരണം 2023 ഡിസംബറിലാണ് പാർലമെന്റിൽ പുകയാക്രമണം നടക്കുന്നത്. അതിന് പിന്നാലെ പാർലമെന്റിലെ സുരക്ഷയടക്കം CISF ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് വലിയ ക്രമീകരണങ്ങളും പരിശോധനകളും എല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതേസമയം ആരാണ് ഈ മതിൽ ചാടി കടന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇയാളെ ഗരുഡ് ദ്വാർ എന്ന കവാടത്തിന് സമീപത്ത് വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ഇയാളുടെ ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു സൈഡിലാണ് റെയിൽ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഇടയിലൂടെ പോകുന്ന ഈ റോഡിന് സമീപത്തുള്ള മരത്തിലൂടെയാണ് യുവാവ് പാർലമെന്റിനുള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. പുകയാക്രമണവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു മേഖലയിൽ എങ്ങനെയാണ് ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നതാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. കാരണം പാർലമെന്റിലെ വർഷകാല സമ്മേളനം അവസാനിച്ചത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അപ്പോൾ ഇത്തരം ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുക എന്നതാണ് ചോദ്യചിഹ്നമായി തുടരുന്നത്. എന്തായാലും 6:30 കൂടിയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. കാരണം തന്ത്രപ്രധാനമായ മേഖലയാണ്, എപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ എങ്ങനെയാണ് 6:30 യുവാവ് കടന്നത്, അല്ലെങ്കിൽ യുവാവ് ആരാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ നിന്നും മുഹമ്മദ് ആരിഫിനൊപ്പം അരവിന്ദ് പ്യ, മീഡിയ 1.